ഇന്ന് ഈ ജൂൺ 5 ലോകം മുഴുവനും ചർച്ചയാകുന്ന ഒരു യുദ്ധകാര്യ വാർത്ത എന്ന് പറയുന്നത് ലെബനോന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇറാനോട് നടത്തിയിരിക്കുന്ന ഒരു അഭ്യർത്ഥനയാണ്. സ്നേഹത്തിൽ നടത്തിയതാണോ, വൈരാഗ്യത്തിൽ നടത്തിയതാണോ, ആക്ഷേപമാണോ, എന്താണെങ്കിലും അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും തീരുമാനിക്കാം. പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾക്ക് അമേരിക്കയുമായി യുദ്ധകാര്യം സംസാരിക്കുമ്പോൾ ഒരു ബാർഗെയിനിങ് ചിപ്പല്ല, വിലപേശാൻ വേണ്ടി ഒരു സാധനമല്ല ലെബനോൻ. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ച നിങ്ങൾ നടത്തിക്കൊള്ളൂ, ലെബനോനെ കൈവച്ചുകൊണ്ടുള്ള കാര്യം സംസാരിക്കേണ്ടതില്ല എന്നാണ് ഇറാനോട് പറഞ്ഞിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇങ്ങനെയൊരു വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഈ ലെബനോനിലെ പ്രശ്നം കൂടി തീർന്നാലേ യുദ്ധം അവസാനിപ്പിച്ചതായി കണക്ക് കൂട്ടൂ എന്ന് ഇറാൻ പറയുന്നതിനെ കുറിച്ച് ലെബനോന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ലോകമെങ്ങും മാധ്യമങ്ങളും നിരീക്ഷകരുമൊക്കെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന കാര്യം. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറയുന്നത് ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ലെബനോനിലെ പ്രശ്നങ്ങളും അവസാനിക്കണം എന്നാണ്. മാത്രമല്ല ഹെസ്ബുള്ളയ്ക്ക് ഇറാന്റെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. ഗൾഫിലെ ചില രാജ്യങ്ങളിൽ അസ്ഥിര സാഹചര്യമാണെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം തങ്ങളുടെ പൗരന്മാർ അങ്ങോട്ട് യാത്ര ചെയ്യരുതെന്നും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ജർമ്മനി 2 രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു: ബഹ്റൈൻ, കുവൈറ്റ്. ഈ 2 രാജ്യങ്ങളിലേക്കും തങ്ങളുടെ രാജ്യത്ത് നിന്ന് ആൾ പോകരുതെന്നാണ് ജർമ്മനി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗസയ്ക്ക് മേൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അയർലൻഡ് ഇന്നൊരു പ്രഖ്യാപനം കൊണ്ടുവന്നു. 2 മന്ത്രിമാരെ, ഇസ്രയേലിൻ്റെ 2 പ്രധാനപ്പെട്ട മന്ത്രിമാരെ അയർലൻഡിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തങ്ങൾ വിലക്കുകയാണ്. ദേശീയ സുരക്ഷാ വകുപ്പിൻ്റെ മന്ത്രി, ധനമന്ത്രി, ഈ 2 ഇസ്രയേലി മന്ത്രിമാരും തൽക്കാലം ഈ സാഹചര്യത്തിൽ അയർലൻഡിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ. ഇപ്പോൾ ഇബോള വൈറസ് നടമാടിക്കൊണ്ടിരിക്കുന്ന 3 രാജ്യങ്ങളിലാണല്ലോ: കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ. ഈ 3 രാജ്യങ്ങളിലും ഇപ്പോൾ അവിടെ നിന്നുള്ളവർക്ക് UAE വരാൻ വേണ്ടി പുതിയ വിസ കൊടുക്കുന്നില്ല എന്ന് UAE ഔപചാരികമായി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എബോളയുടെ സാഹചര്യം മുൻനിർത്തി സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ടിക്ടോക്ക് വിവാദങ്ങൾക്കിടെ കൊല്ലപ്പെട്ട ഇസ്മായിൽ പൊന്നൻ ഷാർജയിൽ 31 മെയ് അന്ന് രാവിലെയാണല്ലോ കൊല്ലപ്പെട്ടത്. പരസ്പരമുള്ള വെല്ലുവിളികൾക്കിടയിൽ പൊതുനിരത്തിൽ വന്നിട്ടാണ് ഇവർ പ്രശ്നങ്ങളുണ്ടാക്കി വളരെ ഷാർപ്പായിട്ടുള്ളൊരു ആയുധം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി എന്നാണല്ലോ റിപ്പോർട്ട് വരുന്നത്. ഈ ഇസ്മായിൽ പൊന്നൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് ഈ മരണവും സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. ഔപചാരികമായ രേഖകളിൽ മെയ് 31 ഇസ്മായിൽ പൊന്നൻ്റെ ബർത്ത്ഡേ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ചില ബന്ധുക്കൾ പറയുന്നത് അത് ഔപചാരികമായ രേഖകളിൽ അങ്ങനെയൊക്കെ വന്നെങ്കിലും യഥാർത്ഥ ബർത്ത്ഡേ മെയ് 31 അല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ ഒരു മരണം ഉയർത്തിവിട്ട ഷോക്ക് ചെറുതൊന്നുമല്ല. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, നടപടിക്രമങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ കാശുണ്ടോ? ഇപ്പോൾ സ്വർണം വാങ്ങി വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് എന്നാണ് ഇന്നത്തെ വില നിലവാരം സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വിലയേക്കാൾ 24 ക്യാരറ്റ് തങ്കം എന്ന് പറയുന്ന 1 ഗ്രാമിന് 12 ദിർഹത്തിൻ്റെ കുറവാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ കണ്ട വിലയേക്കാളും കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതുപോലെ 22 ക്യാരറ്റിനാണെങ്കിൽ 11.5 ദിർഹത്തിൻ്റെ കുറവും ഇന്ന് രാവിലേക്കും വൈകുന്നേരത്തിനുമിടയിൽ ഉണ്ടായി എന്നാണ്. അതായത് 1 ഗ്രാം 22 ക്യാരറ്റ് 498.50 ആയിരുന്നത് ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ 487 കുറഞ്ഞിരിക്കുന്നു എന്നാണ് ദുബായ് മാർക്കറ്റിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.